ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം വെളിപ്പാട് 6:7. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പെയർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലിക്കുവാൻ ഭൂമിയുടെ കലശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഹല്ലേലൂയാ. സ്തോത്ര. ദൈവവചനത്തിന് ചെവി കൊടുക്കും ദൈവമക്കളെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം. എന്നെ കേൾക്കണം ദൈവമക്കളെ. ഇന്ന് ലോകത്തിലെ മനുഷ്യനിക്ക് സമാധാനമില്ല. എവിടെ നോക്കിയാലും കൊല്ലും കൊലയും. ഹല്ലേലൂയാ. ക്ഷാമം വന്നുകൊണ്ടേയിരിക്കുകയാണ്. മായാരോഗം പൊട്ടിപ്പുറപ്പെട്ടും കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്ത് വന്യമൃഗങ്ങളെ നിങ്ങളുടെ ഇടയിൽ കടത്തിവിടുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയാ. ദൈവവചനം നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. വചനത്തിലെ ദൈവ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ എഴുതി വച്ച കാര്യങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ സംഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. മായാരോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയാ. മനുഷ്യനക്ക് സമാധാനമില്ല. എവിടെ നോക്കിയാലും കൊല്ലും കൊലയുമായിട്ട് നടക്കുകയാണ്. ഹല്ലേലൂയാ. മനുഷ്യൻ തമ്മിൽ കൊല്ലുകയാണ്. ഭൂമിയിൽ സമാധാനം ഇല്ല. ഹല്ലേലൂയാ. അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണിത്. ഹല്ലേലൂയാ. പൗൽ അപ്പോസ്തലൻ 2000 വർഷത്തിന് മുന്നിലെ കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമാണ്. അന്തിക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പം തന്നെ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവം വരുമ്പോൾ മരിച്ചവർ ആദ്യം മുന്നേ എഴുന്നേറ്റ് പോകും. ജീവനോടെ ഇരിക്കുന്ന നാമോ രൂപാന്തരപ്പെടുന്നു പൗൽ അപ്പോസ്തലൻ പറഞ്ഞു. ഹല്ലേലൂയാ. അപ്പോസ്തലൻ പറയുന്ന കാലം 2000 വർഷത്തിന് മുന്നിൽ. ഇപ്പം എന്ത് കാലം? അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ്. ഹല്ലേലൂയാ. ഇനി ലോകത്തിൽ അധികം സമയമില്ല. ഹല്ലേലൂയാ. കർത്താവിൻ്റെ വരവെടുത്തു. ഹല്ലേലൂയാ.